അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ, അത് കഴിഞ്ഞാൽ ഫിഖ്ഹ്, അത് കഴിഞ്ഞാൽ ലിസാന്, അത് കഴിഞ്ഞാൽ 4-ാമത്തെ പരീക്ഷയാണ് താരീഖ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താരീഖ് നമുക്ക് 1-ാം പാഠം മുതൽ 11-ാം പാഠം വരെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതിൽ ഏകദേശം ഒരു 30 മാർക്കിൻ്റെ ചോദ്യവും 7-ാം പാഠം മുതൽ 11-ാം പാഠം വരെ ആയിരിക്കും. 20 മാർക്കിൻ്റെ ചോദ്യം, ഏകദേശം ഒരു 20 മാർക്കിൻ്റെ ചോദ്യം 1-ാം പാഠം മുതൽ 7-ാം പാഠം വരെ 6 പാഠങ്ങളായിരിക്കും 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ 1-ാം പാഠം മുതൽ 6-ാം പാഠം വരെ നമ്മൾ നേരത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 7-ാം പാഠം മുതൽ 11-ാം പാഠം വരെയുള്ള റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കാണുന്നതെന്നും അവിടെ അരക്കൊല്ല പരീക്ഷ ഉണ്ടോ, അതിൻ്റെ ഡേറ്റ് എന്നാണ് എന്നൊക്കെ അറിയിക്കണം. കാരണം നിങ്ങളുടെ അരക്കൊല്ല പരീക്ഷ നേരത്തെ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഞങ്ങളെ കേരളക്കാരായ നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉപകാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തു തരണം. കാരണം കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് അൽഹംദുലില്ലാ അങ്ങനെ അയച്ചു തന്നിട്ട് നമുക്ക് വളരെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാനും അതനുസരിച്ച് പഠനം ഉഷാറാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധിക്കുന്നവർ അത് അയച്ചു തരണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പാഠത്തിലേക്ക് പോവാണ്. 7-ാമത്തെ പാഠം പിതൃവ്യന്റെ തണലിൽ. പിതൃവ്യന്റെ തണലിൽ. അപ്പൊ പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് അറിയോ? നമ്മുടെ ഉപ്പാന്റെ അനിയനോ ഏട്ടനോ അവർക്കാണെന്ന് പറയുക പിതൃവ്യൻ എന്ന് പറയാം. അപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ ആരാണ്? അബൂ ത്വാലിബ്. ആരാണ്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് പഠിച്ചില്ലേ? അപ്പൊ പിതൃവ്യൻ ആരാണ്? അബൂ ത്വാലിബ്. ഈ അബൂ ത്വാലിബ് എന്ന് പറയുന്നത് നബിന്റെ ഉപ്പാന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്. അബ്ദുള്ളയാണ് നബിന്റെ ഉപ്പ. ഈ അബ്ദുള്ളയുടെ ഉപ്പ ആരാണ് എന്നാണ് ചോദ്യം. അബ്ദുള്ളയുടെ ഉപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബ്. അപ്പൊ നബിന്റെ ഉപ്പാപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ ഒരു മോനാണ് നബിന്റെ ഉപ്പ അബ്ദുള്ള, മറ്റൊരു മോനാണ് ആര്? അബൂ ത്വാലിബ്. അപ്പൊ നബിന്റെ ആരായിട്ട് വരും അബൂ ത്വാലിബ്? എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 2-3 പേരുകളാണ്. ഒന്ന്, നബിയുടെ ഉപ്പാപ്പ ആര്? അബ്ദുൽ മുത്തലിബ്. നബിയുടെ പിതൃവ്യൻ അല്ലെങ്കിൽ എളാപ്പ ആര്? അബൂ ത്വാലിബ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയാണ് നബിനെ നോക്കിയിരുന്നത്. നബിന്റെ ഉമ്മ 6-ാം വയസ്സിൽ വഫാത്തായി. നബിന്റെ ഉപ്പ നേരത്തെ നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി. പിന്നെ നബിനെ നോക്കിയിരുന്ന ആരായിരുന്നു? ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. ഈ ഉപ്പാപ്പ എപ്പോഴാണ് നബിന്റെ എത്രാമത്തെ വയസ്സിലാണ് ഉപ്പാപ്പ മരിച്ചത്? 8-ാം വയസ്സിൽ. അതാണ് അടുത്ത് പഠിക്കാനുള്ളത്. അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ വഫാത്തായി. അപ്പൊ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടത് എപ്പോൾ? 8-ാം വയസ്സിൽ. 8-ാം വയസ്സിൽ. 8-ാം വയസ്സിൽ. അബ്ദുൽ മുത്തലിബ് 8. അബ്ദുൽ മുത്തലിബ് 8. പഠിച്ചില്ലേ? അപ്പൊ അബ്ദുൽ മുത്തലിബ് മരണമാസന്നമായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി ആരെ ഏൽപ്പിച്ചു? അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. അബൂ ത്വാലിബ് ആരാ നമ്മൾ പറഞ്ഞു? നബിന്റെ പിതൃവ്യൻ. ഇത് നോക്കിക്കോ, പിതൃവ്യൻ എങ്ങനെ എഴുതാൻ നോക്കുക. പി, പിന്നെ തീന് സുക്കൂനാണ്, റായിന് സുക്കൂനാണ്, വീന് സുക്കൂൻ, 3 സുക്കൂനാണ് ഇവിടെ. പിന്നെ യാ വേണം. പിതൃവ്യൻ എല്ലാവരും എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഡാഷ്. ആരാണ്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബ്. അബൂ ത്വാലിബ്. നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, അബൂ താലിബ് നബിന്റെ ആരാണ്? പിതൃവ്യനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. പഠിച്ചില്ലേ? അടുത്തത്, അബ്ദുൽ മുത്തലിബിന്റെ പ്രത്യേകത എന്താ? സ്നേഹവും കരുണയും വാത്സല്യമുള്ളവർ ആയിരുന്നു. ആര്? അബൂ താലിബ്. 3 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കാണാൻ പഠിക്കണം. സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവർ. എങ്ങനെ വാത്സല്യം എഴുതാൻ പഠിക്കുക, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കാണത് വാത്സല്യം. അതുള്ള ആളായിരുന്നു ആര്? അബൂ ത്വാലിബ്. ഇനി അബൂ ത്വാലിബിന്റെ നബിയോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം എഴുതുക. ഉത്തരം, നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. കണ്ടോ?
അപ്പോൾ അബൂ ത്വാലിബ് എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നബിനെ കൂട്ടിയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അത്രയും നബിനെ കാര്യമായിരുന്നു, നബിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ഇത് എന്തിനു ഉദാഹരണമാണ്? അബൂ ത്വാലിബ് നബിയെ സ്നേഹിച്ചതിന്റെ അല്ലെങ്കിൽ നബിയെ പരിഗണിച്ചതിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ പോയിട്ട് പിന്നെ ഈ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അബൂ ത്വാലിബായിരുന്നു. അതായത് ഇവിടെതാ പേരിൽ ഉപദ്രവിക്കാൻ ഖുറൈശികൾ ശ്രമിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. എന്തിനാണ് നബി തങ്ങളെ ഉപദ്രവിച്ചത്? എന്താണ്? അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ. അപ്പൊ നിങ്ങൾ ഉത്തരം ഇതൊന്നും എഴുതണ്ട, അള്ളാഹുവിന്റെ എഴുതണ്ട, ഇവിടുന്ന് എഴുതിയാൽ മതി. ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു? ഖുറൈശികൾ ഉപദ്രവിച്ചു. ആ ഉപദ്രവിക്കുമ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന ആരായിരുന്നു? അബൂ ത്വാലിബായിരുന്നു. പഠിച്ചോ? അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, അബൂ ത്വാലിബ് സംരക്ഷണം നൽകി, നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് ആരാണ്? അബൂ ത്വാലിബാണ്. എന്തിനാണ് നബി തങ്ങൾ അവർ ഉപദ്രവിച്ചത്? ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ. ഒരു പക്ഷെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ദീനുൽ ഇസ്ലാം പ്രബോധനം, എങ്ങനെ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ. അടുത്തത്, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലയുടെ മുകളിൽ താമസിച്ചു കുറച്ചു കാലം. ആ സ്ഥലത്തിന് എന്താ പറയാ? ഷിഅബ് എന്ന് പറയാം. എന്താ പറയാ? ഷിഅബിൽ. എന്തിനാണ് നബി അവിടെ താമസിച്ചത്? എന്താ കാരണം? ഖുറൈശികളുടെ ഉപരോധം. എന്താ ഉപരോധം എന്ന് പറഞ്ഞാല്? ഉപരോധം എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മൾ ഇവിടെ യുദ്ധം നടക്കുന്ന അറിയില്ലേ നിങ്ങൾക്ക്? ഗസയില് പിന്നെ ഫലസ്തീനിൽ യുദ്ധം നടന്ന നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പോ യുദ്ധം കഴിഞ്ഞു. അന്ന് ഇസ്രായേൽ എന്താ ചെയ്തിരുന്നത്? ഈ ഫലസ്തീനുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂല, അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ കൊടുക്കൂല, അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇതുപോലെ നബി തങ്ങളോട് ഒരു സഹകരണമല്ല, നബി തങ്ങളെ ഒറ്റപ്പെടുത്തുക, അങ്ങനത്തെ സ്വഭാവമായിരുന്നു ഖുറൈശികൾ ചെയ്യുക. അതാണ് ഉപരോധം എന്ന് പറഞ്ഞു. അപ്പൊ ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബം എവിടെ താമസിച്ചു? ഷിഅബിൽ. അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താണ്? എന്തിനാണ് നബി ഷിഅബിൽ താമസിച്ചത്? ഖുറൈശികളുടെ ഉപരോധം. എങ്ങനെ ഉപരോധം എന്ന് എഴുതുക നോക്കുക. ഇവിടെ ദാ കൈൻഡ് ഹാവാണ് ഉപരോധം. രണ്ടാമത്തെ ചോദ്യം, ഖുറൈശികളുടെ ഉപരോധം കാരണം നബി എവിടെ താമസിച്ചു? ഷിഅബിൽ. അടുത്ത ചോദ്യം, ഷിഅബിൽ താമസിക്കുമ്പോൾ നബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. താമസിക്കേണ്ടി വന്നപ്പോൾ അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും പഠിച്ചു. 3 ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മളവിടെ പഠിച്ചു. ഇനി ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അബൂ ത്വാലിബായിരുന്നു. അപ്പൊ ചോദ്യം, ആരുമായുള്ള വിവാഹത്തിനാണ് അബൂ ത്വാലിബ് നേതൃത്വം നൽകിയത്? ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന്. അടുത്ത ചോദ്യം, ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? അബൂ ത്വാലിബ്. അത് രണ്ടും പഠിച്ചു. അടുത്തത്, നബി തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെ എത്ര വർഷം താമസിച്ചു? 42 വർഷം. 42 വർഷം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ എന്തുണ്ടായി? ഒരു വരൾച്ച. എഴുതാൻ പഠിക്കുക. വരൾച്ചയുണ്ടായി. വരൾച്ച. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിലെത്തി. അപ്പൊ അന്ന് നബി ചെറിയ കുട്ടിയാണ്. അപ്പൊ അന്ന് മക്കത്ത് എന്തില്ല? വെള്ളമില്ല, മഴയില്ല, മരുഭൂമിയല്ലേ, മക്കല്ലേ, നമ്മളെ നാട് പോലെയല്ലേ, ഗൾഫല്ലേ. അപ്പൊ അവിടെ മരുഭൂമിയാണ്. അപ്പൊ അവിടെ മഴയില്ലാതായി കഴിഞ്ഞാൽ വെള്ളം പറ്റിയ വളരെ പ്രയാസത്തിലാവും. അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് എവിടേക്ക് പോയി? കഅബ ഷരീഫിലേക്ക് പോയി. കുട്ടിയെ കഅബയോട് ചേർത്തി നിർത്തി. അപ്പൊ അബൂ ത്വാലിബ് എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ഇതിന് ഉത്തരം നമ്മൾ പഠിക്കണം. എന്താണ്? കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി. കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി. നബി തങ്ങൾ കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു. എന്താണ് നബി ചെയ്തത്? മഴ പെയ്യാൻ നബി എന്താ ചെയ്തത്? കൈവിരൽ ഉയർത്തി. കൈവിരൽ ഉയർത്തി. എന്നിട്ടോ ആംഗ്യം കാണിച്ചു. മഴ വർഷിക്കാൻ ആംഗ്യം കാണിച്ചു. ഉടനെ മഴ വർഷിക്കുകയുണ്ടായി. ആംഗ്യം കാണിച്ചു. എങ്ങനെ എഴുതാൻ പഠിക്കുക. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. വരൾച്ച ഉണ്ടായി, ഇങ്ങനെ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വരും. അതുകൊണ്ട് നന്നായി വായിച്ചു പഠിക്കുക. ഇനി നമ്മൾ ഈ നേരത്തെ പഠിച്ചു പോയ കാര്യങ്ങളും ഇപ്പൊ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. പിന്നെ ഇതെന്താ? നബി തങ്ങളുടെ പോറ്റുമ്മ ആരാണ്? ഹലീമ ബീവി. എത്ര വയസ്സ് വരെ? 4 വയസ്സ് വരെ നബി തങ്ങളുടെ പോറ്റി വളർത്തിയത് ആരാണ്? ഹലീമ ബീവിയാണ്.
നബിന്റെ ഉമ്മ ആമിന ബീവിയാണ് നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ച് വഫാത്തായി. നമുക്കറിയാം നബിന്റെ ഉമ്മ വഫാത്തായത് അബവായിൽ വെച്ചാണ്. നബിന്റെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പ്, പഠിച്ചു വെക്കണം, 7 മാസം. ഇവിടെ അബവായിൽ 6-ാം വയസ്സിൽ, നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ വെച്ച്, ഇത് 7 മാസം മുമ്പ് വഫാത്തായി. അടുത്ത AD 570, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ്. AD 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അടുത്തത് പിതൃവ്യൻ അബൂ താലിബ് 42 കൊല്ലം നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ 8-ാം വയസ്സിൽ പിതാമഹൻ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ കേട്ടോ. നമ്മൾക്ക് ചോദ്യോത്തരം നോക്കാം. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെ? ഉത്തരം വളരെ സിമ്പിൾ, അബൂ താലിബിനെ. സ്നേഹവും കരുണയുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ആരാ സ്നേഹം കരുണയുള്ള വ്യക്തിയായിരുന്നു ആര്? അബൂ താലിബ്. അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ നബിതങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത്? ഖദീജ ബീവി. ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ? ഷിഅബിൽ. പിതൃവ്യൻ നബിതങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? അപ്പൊ ഇവിടെ ചോദ്യം, പിതൃവ്യൻ നബിതങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 42 കൊല്ലാണ് നബി എന്ത് ചെയ്തത്? അബൂ താലിബിന്റെ കൂടെ ജീവിച്ചത് അല്ലെ. 8-ാം വയസ്സിൽ ആര് വഫാത്തായി? അബ്ദുൽ മുത്തലിബ് വഫാത്തായി. അപ്പോൾ 8-ാം വയസ്സിന് ശേഷമുള്ള കാലം, അതിലേക്ക് 42 കൂട്ടി 50 വയസ്സ് വരെ നബി എവിടെ താമസിച്ചു? നബി ആരോടൊപ്പം താമസിച്ചു? അബൂ താലിബിനൊപ്പം താമസിച്ചു. അടുത്തത്, അബൂ താലിബിൻ നബി തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഒരു ഉദാഹരണം എന്താണ്? നബി തങ്ങളോടൊപ്പം മാത്രമേ ഭക്ഷണം കഴിക്കൊള്ളാൻ പഠിച്ചു അല്ലെ. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ അബൂ താലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്രയാണ്? നബി തങ്ങളുടെ പ്രായം, അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ അബൂ താലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം 8. അബൂ താലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോകാൻ കാരണം എന്താണ്? മക്കയിൽ വരൾച്ച ഉണ്ടായി. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾക്ക് വളർന്ന കാലം 42 കൊല്ലം. മക്കയിലുണ്ടായ വരൾച്ച പരിഹരിച്ച സംഭവം കഥയായിട്ട് അവതരിപ്പിക്കുക കഴിഞ്ഞു. അടുത്തത് ഷാം യാത്ര. അടുത്ത പാഠമാണ് ഷാം യാത്ര. ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ പോവാണ്. നബി തങ്ങൾ 2 വട്ടം ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എത്ര തവണ? 2 തവണ. ഒരു തവണ നബി തങ്ങൾക്ക് 12 വയസ്സാകുമ്പോൾ ആരുടെ കൂടെയാണ് പോയത്? അബൂ താലിബിന്റെ കൂടെ. പഠിക്കുക. 12-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ആരുടെ കൂടെ ഷാമിലേക്ക് പോയി? അബൂ താലിബിന്റെ കൂടെ. ഷാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടേക്ക് യാത്ര പോയി. പിന്നെ നബി തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു ഇത്. എന്തിനാണ് നബി തങ്ങളെ കൊണ്ടുപോയത്? അബൂ താലിബ് എന്തിനാണ് നബി തങ്ങളെ കൊണ്ടുപോയത്? നബി തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം കൊണ്ട്. ഇനി ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ള എന്താണ്? അങ്ങനെ ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്ന പുരോഹിതനെ കണ്ടു. ബുസ്ര ബഹീറ, ഇതാണ് പഠിക്കാനുള്ളത്. ബുസ്ര ബഹീറ. ബുസ്ര എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചിട്ട് ഒരു പുരോഹിതനെ കണ്ടു. എന്താ പുരോഹിതന്റെ പേര്? ബഹീറ. ആ പുരോഹിതൻ എന്താണ് പറഞ്ഞത്? അങ്ങനെ പോയിട്ട് ഇവിടെ നിന്നിട്ടാ എവിടെ? ഈ കുട്ടിയെ ശ്രദ്ധിക്കണം. യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് കേട്ട അവർ ഉടനെ മക്കയിലേക്ക് മടങ്ങി. അപ്പോൾ ബഹീറ എന്താണ് പറഞ്ഞത്? ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബഹീറയെ കണ്ടുമുട്ടി. ബഹീറ എന്താണ് പറഞ്ഞത്? ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ അതാണ് നബിന്റെ 1-ാമത്തെ യാത്ര. 2-ാമത്തെ യാത്ര 25-ാമത്തെ വയസ്സിലായിരുന്നു. അപ്പൊ 12-ാമത്തെ വയസ്സിൽ ആദ്യം ഷാമിലേക്ക് പോയി. പിന്നെ നബി എത്രാമത്തെ വയസ്സിലാണ് പോകുന്നത്? 25. നബി തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഖദീജ ബിയുടെ കച്ചവട ആവശ്യാർത്ഥമായി. എന്തിനാ പോയത്? ഖദീജ ബിയുടെ കച്ചവട ആവശ്യാർത്ഥം. എങ്ങനെ കച്ചവട ആവശ്യാർത്ഥം എഴുതി നോക്കുക. കച്ചവട ആവശ്യാർത്ഥം. പിന്നെ അന്ന് നബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? മൈസറത്ത്. അപ്പൊ 1-ാം യാത്രയിൽ ആരുണ്ടായിരുന്നു? അബൂ താലിബ്. 2-ാം യാത്രയിൽ മൈസറത്ത്. അതാരാണ്? ഖദീജ ബിയുടെ സേവകൻ. അവർ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കവേ നസ്തൂറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കാണാനുണ്ട്. ആരാ കണ്ടത്? നസ്തൂറ. നേരത്തെ നമ്മൾ പഠിച്ചത് ബഹീറ. ബുസ്രയിൽ വെച്ച് ബഹീറയെ കണ്ടു. ഇവിടെ സ്ഥലത്തിന്റെ പേരില്ല, ആളെ പേരുണ്ട്. ആരാ കണ്ടത്? നസ്തൂറ. എന്താണ് നസ്തൂറ പറഞ്ഞത്? ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. മറ്റേ ബഹീറ പറഞ്ഞത് എന്തായിരുന്നു? ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത്? അവർ മക്കയിലേക്ക് മടങ്ങി. അപ്പൊ 1-ാമത്തത് ബഹീറ പറഞ്ഞത് നമുക്ക് ഓർമ്മ വേണം, മക്കയിലേക്ക് മടങ്ങാനുണ്ടായ കാരണം. അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, യഹൂദികൾ അപായം. ഇവിടെ അങ്ങനല്ല, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്ന ഒരു നബി അല്ലാതെ മറ്റേ. അപ്പൊ അത് പഠിച്ചു. ഇനി ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു. ഒരു അത്ഭുതം. അപ്പോൾ ഈ യാത്രയിൽ അത്ഭുതം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു. കച്ചവടത്തിൽ പതിവിലേറെ ലാഭമുണ്ടായി. 2 പോയിന്റാണ് ഇവിടെ പഠിക്കാനുള്ളത്. നബി തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു.
അടുത്ത യാത്രയിലെ അത്ഭുതങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധയും മൈസറത്ത് അറിയിച്ചപ്പോൾ ഖദീജ ബീവി വളരെ സന്തോഷിച്ചു. അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഷാം എന്താണ്? അബൂ താലിബ്. അടുത്ത ബഹീറ പുരോഹിതൻ, മൈസറത്ത് സേവകൻ, ഖദീജ ബീവി കച്ചവടം. അടുത്ത ആദ്യ ഷാം യാത്രാവേള നബി തങ്ങളുടെ പ്രായം എത്ര? 12. ബഹീറ എന്ന പുരോഹിതൻ നബിതങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം ബുസ്ര. ബഹീറ ബുസ്ര. നബിതങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്താണ് പറഞ്ഞത്? എന്താണ്? ഈ കുട്ടി നബി അല്ലാതെ മറ്റാരുമല്ല. അത് പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകും. വൈവാഹിക ജീവിതം, 9ാമത്തെ പാഠം. ഷാം യാത്രയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയ ഖദീജ ബീവിക്ക് അവരോട് അതിരറ്റ ഇഷ്ടവും ബഹുമാനവും ഉണ്ടായി. തുടർന്ന് അവർ നബിതങ്ങളുമായി വിവാഹം അന്വേഷണം നടത്തി. 2 മാസത്തിനകം വിവാഹം നടന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഷാം യാത്ര കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്? 2 മാസം. 2 months. ഓക്കെ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? 25. ഖദീജ ബീവിക്ക് എത്ര വയസ്സായിരുന്നു? 40. അപ്പൊ 20ഉം 25ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 15. അപ്പോൾ നബിയും ഖദീജ ബീവിയും വയസ്സിലെ വ്യത്യാസം എത്രയാണ്? 15. അത് ഓർത്തു വെക്ക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാം യാത്ര കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ വിവാഹം കഴിച്ചത്? 2 മാസം. അന്ന് നബി തങ്ങൾക്കും ഖദീജ ബീവിക്കുള്ള വയസ്സ് അതും പഠിച്ചു. അടുത്ത ഖുറൈശ് ഗോത്രത്തിൽ ഖുവൈലിദിന്റെ മകളാണ് ഖദീജ ബീവി. ചോദ്യം എന്താ? ഏത് ഗോത്രമാണ്? ഖദീജ ബീവിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ്. നബിന്റെ ഗോത്രം ഏതാ? ഖുറൈശ്. അപ്പൊ രണ്ടാളും ഗോത്രം ഒന്നാണ്. പഠിച്ചില്ലേ? അതാ നബിന്റെ ഗോത്രം നിങ്ങൾക്ക് അറിയെങ്കിൽ ഖദീജ ബീവിന്റെ ഗോത്രം കിട്ടി. 2ഉം പാസ്സായി. ഖദീജ ബീവിന്റെ ഗോത്രം ഏതാണ്? ഖുറൈശ് ആണ്. ഇനി ഉപ്പാന്റെ പേരെന്താണ്? അതായത് ഖദീജ ബീവിന്റെ ഉപ്പാന്റെ പേര് ഹുവൈലിദ്. ഖദീജ ബീവിയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? ഖ. ഹുവൈലിദ്. ഉപ്പാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? ഹു. കണ്ട, 2 ഖ. പഠിച്ചില്ലേ? ഖദീജ ബീവിന്റെ ഉപ്പാന്റെ പേര് ഹുവൈലിദ്. അടുത്ത് എന്തൊക്കെയാണ് ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത? കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർതൃസ്നേഹം, ഔദാര്യം. ഇത് നിർബന്ധമായും പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇത് എഴുതാനും പഠിക്കുക. എന്തൊക്കെയാണ് ഖദീജ ബീവിയുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ പ്രത്യേകതകൾ? കാര്യസ്ഥത എന്ന് പറഞ്ഞാൽ നല്ല ഉത്തരവാദിത്ത ബോധം. ഭയങ്കര ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു ഖദീജ ബീവി. അതുപോലെ ഭർതൃസ്നേഹം, ഭർത്താവിനോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഔദാര്യം, എല്ലാവരും സഹായിക്കാനുള്ള നല്ല മനസ്സ് തുടങ്ങിയ ഗുണങ്ങൾ ഉള്ള ഒരു ധനികയായിരുന്നു അവർ. ധനിക എങ്ങനെ എഴുതാ പഠിക്കുന്നത്? ധനികയായിരുന്നു. പൂരിപ്പിക്കാൻ വന്നാൽ ഇതാ വരിക, ധനികയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പഠിച്ചില്ലേ? കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, പിന്നെ ഭർതൃസ്നേഹം, ഔദാര്യം. 4 പോയിന്റോടെ പഠിക്കണം. പിന്നെ ഒരു ധനികയായിരുന്നു. അടുത്ത് എന്താണ് ആ പൈസക്ക് എന്താ ചെയ്തത്? ആ ധനങ്ങളെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചു. അപ്പൊ ചോദ്യം, എന്താണ് ഖദീജ ബീവി പണം ചെയ്തത്? പൈസ എന്താ ചെയ്തത്? ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. പഠിച്ചില്ലേ? ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. പഠിച്ചില്ലേ? അടുത്ത് ഖദീജ ബീവി മുമ്പ് എത്ര തവണ വിവാഹം ചെയ്തിട്ടുണ്ട്? 2 തവണ. അഥവാ നബി കല്യാണം കഴിക്കുന്ന ആ ഖദീജ ബീവി നേരത്തെ 2 കല്യാണം കഴിച്ചതാണ്, അത് ഒഴിവായതാണ്. അപ്പൊ മൂന്നാമത്തെ കല്യാണമാണ് നബി ആയിട്ട് കഴിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഖദീജ ബീവി മുമ്പ് 2 തവണ വിവാഹിതായിട്ടുണ്ട്. അടുത്ത് നബി തങ്ങളുടെ മക്കളിൽ 6 പേരുടെയും ഉമ്മ ഖദീജ. നബി തങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 7. അതിൽ 6 പേരുടെയും ഉമ്മ ആരാണ്? ഖദീജ ബീവിയാണ്. 25 വർഷക്കാലം അതിരറ്റ സന്തോഷത്തോടെ അവർ ഒന്നിച്ചു ജീവിച്ചു. ആര്? നബിയും ഖദീജ. എത്ര കൊല്ലം? 25. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്? 25ാമത്തെ വയസ്സ്. നബിന്റെ 25. അപ്പൊ നബിക്ക് എത്ര വയസ്സായി ഉണ്ടാവും? 50 വയസ്സ് വരെ വളരെ സന്തോഷത്തോടു കൂടി ഖദീജ ബീവിയുമായി ആര് ജീവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അടുത്ത് ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. കണ്ടോ? അപ്പൊ നബി തങ്ങൾ വേറെ വിവാഹം ചെയ്തിട്ടില്ല. ആര് വഫാത്താകുന്നത് വരെ? ഖദീജ ബീവി വഫാത്താകുന്നത് വരെ. അപ്പൊ ഇവിടെ പൂരിപ്പിക്കാനാ വരിക. എന്ത്? ഖദീജ ബീവി വഫാത്താകുന്നത് വരെ ഡാഷ് നബി തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തു. എങ്ങനെ എഴുതാ? വിവാഹം ചെയ്തിട്ടില്ല, എഴുതാൻ പഠിക്കാം. പിന്നെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. പിന്നെ ഞാൻ ഈ അടിവരട്ടൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഷാം യാത്ര കഴിഞ്ഞ് എത്ര മാസങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞു 2 മാസം. ഖദീജ ബീവിയുടെ പിതാവ് ആരായിരുന്നു? ആരാണ്? ഹുവൈലിദ്. അടുത്ത വിവാഹ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര? 25. വെരി സിമ്പിൾ. ഖദീജ ബീവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മക്കളുടെ എണ്ണം എത്ര? 6. 6.
അടുത്ത് വിവാഹ സമയം നബി തങ്ങളുടെയും ഖദീജ ബിയുടെയും പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നബിക്ക് 25, ഖദീജ ബിക്ക് 40. അപ്പൊ എത്ര വ്യത്യാസം ഉണ്ട്? 15. അടുത്ത് ഖദീജ ബിവി എത്ര തവണ വിവാഹിതയായിട്ടുണ്ട്? 2, 2, 2. അടുത്ത് ഖദീജ ബിവിക്ക് നബി തങ്ങളോട് ബഹുമാനവും സ്നേഹവും ഉണ്ടാകാൻ കാരണം അത് പഠിച്ചു വെക്കണം. എന്താ കാരണം? ഷാം യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങൾ മനസ്സിലാക്കി ഖദീജ ബിവിക്ക് അവരോട് അതിരറ്റ ഇഷ്ടവും ബഹുമാനം ഉണ്ടായി. എന്താണ്? ഷാം യാത്രയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി, അതാണ് കാരണം. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഈ ചോദ്യത്തിൽ എന്ത് വന്നിട്ടില്ല അറിയാം? പിന്നെ ഖദീജ ബിവിന്റെ സ്വഭാവത്തെ കുറിച്ച് വന്നിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുന്ന ചോദ്യമാണിത്. ഖദീജ ബിവിന്റെ സ്വഭാവം, കാര്യസ്ഥത, ബുദ്ധി കൂർമ്മത, ഭർത്തൃസ്നേഹം. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇത് പഠിക്കാതെ നിങ്ങൾ താരീഖ് പരീക്ഷയ്ക്ക് പോകണ്ട, ഉറപ്പാണ്. അടുത്ത ഒരു പ്രശ്ന പരിഹാരം. ഇത് കണ്ടോ? കഅബ. അപ്പോൾ ഇത് കഅബ ഷരീഫാണ് അറിയാം അല്ലെ? കഅബ ഷരീഫിന്റെ ഒരു മൂലയിൽ എന്തുണ്ട്? ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? അത് സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന കല്ലാണ്. ആ കല്ല് എവിടെ വെക്കണം എന്നുള്ള വിഷയത്തിൽ എന്തായി? തർക്കമായി. അതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ പറയുന്നത്. അങ്ങനെ ഈ തർക്കം പരിഹരിച്ചത് ആരാണ്? നബിതങ്ങളാണ്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോ നോക്കിക്കോ, പല സമയങ്ങളിലായി പുനർനിർമ്മിക്കുക പറഞ്ഞാൽ പൊളിച്ചിട്ട് പുതുക്കി പണിയുക അല്ലെ? നമ്മൾ വീടൊക്കെ കേടുവന്ന പുതുക്കി പണിയില്ല, അതുപോലെ പുതുക്കി പണിതിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങളുടെ കാലത്ത് നടന്ന ഒരു പുനർനിർമ്മാണ കഥയാണ്. അതായത് ഈ കഅബ ഷരീഫ് എന്ത് ചെയ്തിട്ടുണ്ട്? പൊളിച്ച് നന്നാക്കിയിട്ടുണ്ട് പല സമയങ്ങളിലായി. അപ്പൊ നബിന്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അതാ പറയണത്. എന്തുകൊണ്ടാണ് കഅബ ഇങ്ങനെ പൊളിച്ച് നന്നാക്കിയത്? എന്തിനാണ്? ഫസ്റ്റ് ചോദ്യം അതാ. അതിന്റെ ഉത്തരാണ് ഇവിടെ മുതൽ. മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. അതിൽ കഅബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചു. അതിനാൽ കഅബ ഷരീഫ് പുതുക്കി പണിയുവാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ചോദ്യം: ഖുറൈശികൾ കഅബ ഷരീഫ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? മക്കയിൽ വെള്ളപ്പൊക്കമുണ്ടായി, കഅബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ട്. അപ്പൊ ഇവിടെ എഴുതി പഠിക്കേണ്ട കുറച്ച് വാക്കുണ്ട്. വെള്ളപ്പൊക്കം, ഓക്കെ, സംഭവിച്ചു, കേടുപാടുകൾ പഠിക്കാം. അടുത്തത്, അതിനാൽ കഅബ ഷരീഫ് പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ചോദ്യം: ആരാണ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത്? ഖുറൈശികൾ. അടുത്തത്, നബി തങ്ങളുടെ 35-ാം വയസ്സിലായിരുന്നു. ചോദ്യം: എത്രാമത്തെ വയസ്സിലായിരുന്നു? 35. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ച് 10 കൂട്ടുക, 25ലേക്ക് 10 കൂട്ടിയ എത്ര? 35. അപ്പോഴാണ് കഅബ നന്നാക്കുന്നത്. നബിതങ്ങളും അതിൽ എന്തായിട്ടുണ്ട്? പങ്കാളി. എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. നബിതങ്ങൾ ഇങ്ങനെ നമ്മൾ പന്തളിയണ മാതിരി ഗാലറി നിന്നല്ല, മനസ്സിലായോ? നമ്മളുണ്ടല്ലോ വീട്ടിൽ ഉമ്മ പണിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഗാലറി ഇരിക്കുന്ന പരിപാടി, അതല്ല. നബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കൂടിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും അല്ല കേട്ടോ, ചില കുട്ടികളെ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഉമ്മാക്കും ഉപ്പാക്കും സഹായിച്ചു കൊടുക്കണം കേട്ടോ. അടുത്തത്, നിർമ്മാണത്തിനിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി. എന്തായിരുന്നു തർക്കം? അതാണ് അടുത്ത ചോദ്യം. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും? എന്താ തർക്കം? എന്തായിരുന്നു തർക്കം? വേം പറഞ്ഞാട്ടെ. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും? ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും? അതാണ് തർക്കം. ഈ തർക്കം ഒരു കലഹത്തിന്റെ വക്കിലെത്തിച്ചു. തർക്കം ദിവസങ്ങൾ നീണ്ടു നിന്നു. എന്റെ റബ്ബേ! അവസാനം അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ ഒരു അഭിപ്രായം പറഞ്ഞു. ആരാ അഭിപ്രായം പറഞ്ഞ ആളെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് വരും. അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ. കുറച്ച് വലിയ പേരാണ് അല്ലേ? അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്താണ് അഭിപ്രായം പറഞ്ഞത്? അതും ശ്രദ്ധിക്കണം. എന്താ അഭിപ്രായം പറഞ്ഞത്? അവരിൽ പ്രായം കൂടിയ ആളായിരുന്നു, പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. ആര്? വയസ്സായ തന്തപ്പൊടിയാണ്. ആര്? അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ. എന്താ പറഞ്ഞത്? ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ബനൂ ശൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം. എന്താണ്? ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് അഥവാ പള്ളിയിലേക്ക്, ഏത്? ബനൂ ശൈബ കവാടം എന്ന് പറഞ്ഞ ഒരു ഗേറ്റിന്റെ പേരാണ്. ആ ഗേറ്റിന്റെ പേരെന്താ? ബനൂ ശൈബ. അപ്പൊ ബനൂ ശൈബ ഗേറ്റിലൂടെ, കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തോട്ടെ? ഈ കല്ല് വെച്ചോട്ടെ എന്ന് തീരുമാനിച്ചു. എല്ലാവരും ഈ അഭിപ്രായം അംഗീകരിച്ചു. ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ. അല്പം കഴിഞ്ഞ് നബിതങ്ങളാണ് അതിലൂടെ കടന്നു വന്നത്. ടാൻഡടാൻ, നബിതങ്ങൾ വന്നു. അൽ അമീൻ, അൽ അമീൻ എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് അവർ സന്തോഷം പ്രകടിപ്പിച്ചു. നബിതങ്ങളുടെ എല്ലാവർക്കും എന്താണ്? സ്നേഹമാണ്.
അവർ തീരുമാനം നബിതങ്ങളെ അറിയിച്ചു. നബിതങ്ങൾ അവിടുത്തെ മേൽത്തട്ടം വിരിച്ചു. എന്താ മേൽത്തട്ടം എന്ന് പറഞ്ഞാൽ ഷാള്. ഇപ്പൊ നബിതങ്ങൾ തോളിലൊരു ഷാൾ ഉണ്ടായിരുന്നു, ആ ഷാൾ എന്ത് ചെയ്തു അവിടെ വിരിച്ചു. എന്നിട്ട് ഹജറുൽ അസ്വദ് അതിലെടുത്തു വെച്ചു. അപ്പൊ ഈ കല്ലുണ്ടല്ലേ, ഈ കല്ല് ആരെ വെക്കുന്നുള്ള പ്രശ്നമല്ലേ. അപ്പൊ ഈ കല്ല് എന്ത് ചെയ്തു, തുണിയിൽ വെച്ചു. എന്നിട്ടോ ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് തട്ടം പിടിച്ചുയർത്താൻ കൽപ്പിച്ചു. അപ്പൊ നബിതങ്ങൾ ഒറ്റക്കൻ എടുക്കല്ല, പിന്നെ ആ തട്ടത്തിന്റെ ഓരോ തലയിലും ആരോട് പിടിക്കാൻ പറഞ്ഞു, ഓരോ ഗോത്രം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അവരുടെ ലീഡർ, അപ്പൊ ഓരോ ലീഡർമാരെന്ത് ചെയ്തു, പിടിച്ചു. അത് അവർ അത് അനുസരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു. അപ്പൊ ഹജറുൽ അസ്വദ് ആരെടുത്ത് വെച്ചത്, അത് നബി തങ്ങൾ തന്നെയാണ്. പക്ഷെ അവരെല്ലാരും കൂടി എന്തായി, ഇതിൽ പങ്കാളികളായി. അതോടെ പ്രശ്നം അവസാനിച്ചു, എല്ലാവർക്കും സന്തോഷമായി. ഇനി ഈ കല്ലിനെ പറ്റി പറഞ്ഞു, ഇത് പഠിച്ചു വെക്കണം. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ്. ഇത് പൂരിപ്പിക്കാൻ വരാനാ സാധ്യത. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില എന്ന് പറഞ്ഞാൽ കല്ലിട്ടോ, ശിലയാണ് ഹജറുൽ അസ്വദ്. കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കണം, കഅബയുടെ തെക്ക് കിഴക്ക്. പിന്നെ ഇനി പൂരിപ്പിക്കാൻ അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ ശില. ആദ്യമെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വെള്ളപ്പൊക്കം മക്കയിൽ. ഓക്കെ, അടുത്ത കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ആരാണ്? ഖുറൈശികൾ. തട്ടം പിടിച്ചുയർത്തിയത് ആരെല്ലാം? എന്താ ഉത്തരം? ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. അടുത്തത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രശ്നപരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞത് ആര്? ആ പേരുകൾ പഠിച്ചു വെക്കണം, വലിയ പേരാണ്, അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ. അടുത്ത മക്ക നിവാസികൾ കഅബ പുതുക്കി പണിയാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, അത് വലിയ ചോദ്യമാണ്, വലിയ ഉത്തരാണ്, അത് പഠിച്ചു വെക്കണം. മക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അറിയില്ലേ? അടുത്ത കഅബ പുനർനിർമ്മാണത്തിൽ ഉണ്ടായ ആ തർക്കം ഏത് കാര്യത്തിലായിരുന്നു? അത് നിങ്ങൾ എഴുതാൻ പഠിക്കണേ. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കും, അതാണ് തർക്കം. അടുത്ത ഹജറുൽ അസ്വദ് കഅബയുടെ ഏത് മൂലയിലാണ്? തെക്ക് കിഴക്ക് മൂലയിലാണ്. പിന്നെ ഈ ചോദ്യം ഇവിടെ വന്നിട്ടില്ല, ആ ചോദ്യം പഠിക്കണം. എന്താ ഇതിന്റെ ഉത്തരം പഠിക്കണം. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ഡേശാണ്, ശിലയാണ് ഹജറുൽ അസ്വദ്. പിന്നെ എന്താണ് അഭിപ്രായം പറഞ്ഞത്? ആ ചോദ്യം ഇവിടെ വന്നിട്ടില്ല. ഏത്? അതവിടെ ഉണ്ട്. മക്ക നിവാസികൾ പ്രശ്നപരിഹാര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? പ്രശ്നപരിഹാരത്തിന്റെ പ്രായം നമ്മൾ പഠിച്ചു 35 കേട്ടോ. 35 ഓർത്ത് വെക്കണം. ഹജറുൽ അസ്വദ് കഅബയുടെ ഏത് മൂലയിലാണ്? തെക്ക് കിഴക്ക്. ആ ചോദ്യം ഇവിടെ വന്നില്ലേ? ഇല്ല. അപ്പൊ എന്തായിരുന്നു? ഇതാണ് ആ അഭിപ്രായം പഠിച്ചു വെക്കണം. എന്താണ്? മസ്ജിദുൽ ഹറാമിലേക്ക് ബനു ഷൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന ആൾ ആരാണോ അവര്. നബി എങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്? നബി എന്താ ചെയ്തത്? നബി തങ്ങളുടെ അത് പഠിച്ചു വെക്കണം, ആ കഥ ഓർത്തു വെക്കണം. എന്താണ്? അവിടുത്തെ മേൽത്തട്ടം വിരിച്ചു, ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ചു, ഓരോ ഗോത്ര തലവന്മാരെയും വിളിച്ച് പിടിച്ചുയർത്താൻ പറഞ്ഞു, അല്ലേ? അത് പഠിച്ചു വെക്കണം. പിന്നെ അപ്പോ ഏകദേശം ഈ പാഠത്തിലായി. ഇവിടെ അടുത്ത പാഠം വഹീന്റെ തുടക്കം, ലാസ്റ്റ് പാഠം, 11ാമത്തെ പാഠം, വഹീന്റെ തുടക്കം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് മക്കയിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. എന്ത് പ്രശ്നങ്ങള്? മക്കയിൽ ഫുള്ള് തോന്നിവാസങ്ങളായിരുന്നു, ഫുള്ള് വടക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലാണ് നബി ജനിച്ചത്. അക്രമം എന്തൊക്കെയുള്ളത്? അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം, ഇതൊക്കെ എന്നിവ അതിൽ ചിലതാണ്. ഇതൊക്കെ നടക്കുന്ന കാലമായിരുന്നു അവിടെ. അക്രമം എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, അനീതി പറഞ്ഞാല് പിന്നെ തെറ്റായ കാര്യങ്ങൾ തീരുമാനിക്കുക, പിന്നെ ബിംബത്തെ പൂജിക്കൂലേ, പിന്നെ മദ്യപാനം എന്ന് പറഞ്ഞാൽ കള്ളുടിക്കുക, ചൂതാട്ടം എന്ന് പറഞ്ഞാൽ ചീട്ടുകളി പോലത്തെ അങ്ങനത്തെ സംഗതികളൊക്കെ. നബി തങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഇതിൽ നിന്നെല്ലാം നിന്നിരുന്നു എന്ന് പറഞ്ഞ നബി തങ്ങൾ ഇതിലേക്കൊന്നും കൂടിയിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ, കുട്ടിയാകുമ്പോൾ തന്നെ നബി ഇതിലേക്കൊന്നും കൂടിയില്ല. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, നബി തങ്ങൾ ചെറുപ്പം മുതലേ നിന്നിരുന്നു എന്തിൽ നിന്നെല്ലാം? അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. അപ്പൊ അത് നിങ്ങൾ കാണാൻ പഠിക്കണം. മറ്റൊന്ന് ഇവിടെ കാണാൻ പഠിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്? തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടം. എന്താണ്? തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടം. ഓക്കെ,
ഇനി നബി തങ്ങൾ നബി ആവാൻ പോകുന്നതിന് മുമ്പ് കുറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വത്തിന്റെ, എന്താ പ്രവാചകത്വത്തിന്റെ പറഞ്ഞാൽ നബി ആവാൻ പോകുന്നതിന്റെ സൂചകമായി ചില അത്ഭുതങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. എന്തൊക്കെയാണ്? ശക്തിയായ പ്രകാശം കാണുക, ആകാശത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകാശം ഇങ്ങനെ കാണും. പിന്നെ കല്ലുകൾ മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക. അല്ലാ, കല്ല് നബിയോട് സംസാരിക്കും, മരങ്ങൾ നബിയോട് സംസാരിക്കും. അങ്ങനെ ഉണ്ടായി. അത് നബിയാകാൻ പോകുന്നതിന്റെ സൂചന, അത്ഭുതമാണ്. പിന്നെയോ ചില അശരീരികൾ അശരീരി പറഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ കേൾക്കുക. പിന്നെ പല സ്വപ്നങ്ങളും കാണുക. സ്വപ്നം നമ്മളും കാണാറുണ്ട്, പക്ഷെ അതല്ല, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല സ്വപ്നം രാത്രി കാണും, പക്ഷെ അതൊക്കെ പിറ്റേന്ന് നടക്കുവോ? ഇല്ലല്ലോ. നമ്മളിപ്പോ രാത്രി ഇങ്ങനെ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണും, പക്ഷെ നമ്മൾ രാവിലെ നേണീറ്റ് പറക്കുവോ? ഇല്ല. നബി അങ്ങനെ, നബി കാണുന്ന സ്വപ്നങ്ങൾ എന്ത് ചെയ്യും? പിറ്റേന്ന് നേരം വെളുത്താൽ അതെന്താവും? യാഥാർത്ഥ്യമാകും. അതാണ് നബിന്റെ സ്വപ്നത്തിന്റെ പ്രത്യേകത. അപ്പൊ നബിക്കുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? ഏറ്റവും എളുപ്പമുള്ള പഠിച്ചാൽ മതി. എന്താ? കല്ലുകൾ മരങ്ങൾ മുതലായ നബിനോട് സംസാരിക്കുക. ആ സീന് നമ്മളിങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കല്ലുകളും മരങ്ങളൊക്കെ നബിനോട് ഇങ്ങനെ സംസാരിക്കണം, നമ്മൾ ചിത്രത്തിൽ ഇങ്ങനെ കാണുക. മനസ്സിലായോ? പിന്നെ പല സ്വപ്നങ്ങൾ കാണുക, സ്വപ്നം യാഥാർത്ഥ്യമാവുക. ഇനി അടുത്തത്, അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമാണ്. എന്താ ഏകാന്തവാസം എന്ന് പറഞ്ഞാൽ? ഏകാന്തവാസം ഒറ്റക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, ആരോടും മുണ്ടാതെ, ആരോടും സംസാരിക്കാതെ, ഒരു റൂമിലിരുന്ന് അല്ലെങ്കിൽ ഒരു മലയിലിരുന്ന് ഒരു ഗുഹയിലിരുന്ന് അങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. അതിനായി ജബലുൻ നൂറിലെ ഹിറാ ഗുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. അപ്പൊ നബി തങ്ങൾക്ക് നിസ്കരിക്കാൻ ഒറ്റയ്ക്ക് ആരോട് സംസാരിക്കാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ എവിടെ സ്ഥലമെടുത്ത്? ജബലുൻ നൂർ പർവ്വതം. ഒരു മലന്റെ ഫോട്ടോ കണ്ടില്ലേ? ഈ മലയിൽ എന്താണ്? ഹിറാ ഗുഹ. ആ ഗുഹയാണിത്, കണ്ടില്ലേ? ഈ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇബാദത്ത് ചെയ്തു കൂടി. ഇതിനെന്താ പറയാ? ഏകാന്തവാസം. പഠിച്ചില്ലേ? ഏകാന്തവാസം. അടുത്ത, പരിശുദ്ധ കഅബയുടെ കിഴക്കായി. എവിടെയാണിത്? കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുൻ നൂർ. ചോദ്യതാണ്, ജബലുൻ നൂർ എവിടെയാണ്? ഇവിടെ നിന്ന് മുതൽ എഴുതണം. പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശമാണെന്നില്ല, കിഴക്കായി 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ്. പഠിച്ചില്ലേ? അതിന്റെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹ. മലയുടെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹ. അവിടുന്ന് നോക്കിയാൽ കഅബ കാണാവുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്ത ഒരിടമായിരുന്നത്. മക്കയിൽ പോകുന്നവർ ആ ഗുഹ സന്ദർശിക്കാറുണ്ട്. ഈ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത്. എന്താ വഹി പറഞ്ഞാല്? വഹി പറഞ്ഞാല് നബിന്റെ അടുത്തേക്ക് മലക്ക് വരും. ഏത് മലക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്ത് ചെയ്തു? നബിനോട് ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കും. മനസ്സിലായ? അപ്പൊ നബിക്ക് ആദ്യമായി ഖുർആൻ ഓതി കൊടുത്ത് എവിടെ വെച്ചിട്ടാണ്? ജബലുൻ നൂറിലെ ഹിറാ ഗുഹ. അപ്പൊ ഇവിടുന്നാണ് നബിക്ക് ആദ്യമായിട്ട് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? അത് എഴുതാൻ പഠിക്കണേ. തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ. അടുത്ത ചോദ്യം, നബി തങ്ങൾ വളർന്ന കാലഘട്ടത്തിലുണ്ടായ തിന്മകൾ ഏവല്ല? എന്തെല്ലാം നബിന്റെ കാലത്തുണ്ടായിരുന്ന തിന്മകൾ? അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി ഇറങ്ങിയ സ്ഥലം എവിടെയാണ്? നബി തങ്ങൾക്ക് ആദ്യം വഹി ഇറങ്ങിയത് ജബലുൻ നൂറിലെ ഹിറാ ഗുഹ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഹിറാ ഇങ്ങനെ എഴുതാ പഠിക്കണം കേട്ടോ. ഇതാ ജബലുൻ നൂർ, ഹിറാ ഗുഹ. കണ്ടോ? ഹിറാ ഗുഹ എങ്ങനെ എഴുതാ പഠിക്കണം? ഹിറാ ഗുഹ. അടുത്തത്, ജബലുൻ നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ പെട്ടിയിലെ ആദ്യത്തെ വരിയാണ് എടുക്കേണ്ടത്. പരിശുദ്ധ കഅബയുടെ കിഴക്കായി 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്നു മലയാണ്. അടുത്ത, നബി തങ്ങളുടെ അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ എന്തൊക്കെയാണ്? നബി തങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടായത്? ശക്തിയായ പ്രകാശം കാണുക, കല്ലുകൾ മരങ്ങൾ മുതലായ നബിയോട് സംസാരിക്കുക, ചില അശരീരികൾ കേൾക്കുക, പല സ്വപ്നങ്ങൾ കാണുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. അപ്പൊ ഈ പാഠത്തിൽ ഏകദേശം എല്ലാ. പിന്നെ ഏകാന്തവാസത്തിന്റെ ഒരു ചോദ്യം, അതും കൂടി ശ്രദ്ധിക്കുക. എന്താ ആ ചോദ്യം? നേരത്തെ അവിടെ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമായി. എന്തുകൊണ്ട്? അല്ലെങ്കിൽ നബി തങ്ങൾക്ക് ഡാഷ് വാസം ഇഷ്ടമായി. ഏകാന്തവാസത്തിന് തെരഞ്ഞെടുത്തത് എവിടെ? ജബലുൻ നൂറിലെ ഹിറാ ഗുഹ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഏകാന്തവാസം ഇഷ്ടമായുള്ള കാരണം എന്താ? ഈ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് പിന്നെ
11 പാഠം അഥവാ 7 മുതൽ 11 പാഠം നമ്മൾ വലിയൊരു റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.